ഇതുപോലെ ഈ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ട് കറങ്ങുമ്പോഴാണ് ഒരു സൈക്കിൾ ഉണ്ടാവുന്നത്. ഒരു സൈക്കിൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ കണ്ടക്ടർ ഈ ഫീൽഡിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം പൂർണ്ണമായിട്ട് കറങ്ങിയിരിക്കണം. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സൈക്കിൾസിന്റെ എണ്ണമാണ് ഫ്രീക്വൻസി. അതായത് ഇതുപോലെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഉണ്ടോ അതാണ് ഫ്രീക്വൻസി. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സപ്ലൈ ഫ്രീക്വൻസി എന്നത് 50 ഹെർട്സ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സപ്ലൈകളിൽ ഇതുപോലെയുള്ള സൈക്കിൾസ് 50 പ്രാവശ്യം ഉണ്ട് എന്നുള്ളതാണ്. 50 സൈക്കിൾസ് ആണ് നമ്മുടെ സപ്ലൈകളിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാവുക. ഈ ഫ്രീക്വൻസി എന്നുള്ളത് തീർച്ചയായിട്ടും തീരുമാനിക്കപ്പെടുന്നത് ഈ കണ്ടക്ടറിന്റെ റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഫ്രീക്വൻസി കൂടും, റൊട്ടേഷൻ കുറയുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും. അഥവാ ഇത് 60 ഹെർട്സ് സപ്ലൈ ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 60 ഹെർട്സിന് ആവശ്യമായിട്ട് ഈ സ്പീഡ് കൂട്ടിയിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സമയത്തും സ്പീഡ് ഒരുപോലെ നിലനിൽക്കണം എന്ന് നിർബന്ധമില്ല. ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ സ്പീഡ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോഡ് കുറയുന്നതനുസരിച്ചിട്ട് ഈ സ്പീഡ് കൂടാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഫ്രീക്വൻസി എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിരിക്കണം. എല്ലാ സമയത്തും ഒരേപോലെ ഫ്രീക്വൻസി ആവേണ്ടതുണ്ട്. സപ്ലൈ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് അതിൽ മാറ്റം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ സമയത്തും ഈ കണ്ടക്ടറിന്റെ കറക്കം കോൺസ്റ്റന്റ് സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്.